വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റും അല്ലെങ്കിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് പറയുകയാണെങ്കിൽ നമ്മൾ പോസ്ചറൽ ഡീവിയേഷൻ. ഇപ്പോൾ നമ്മളെ ഈ കാലഘട്ടത്തിലെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അലൈൻമെൻറ്റ് മാറിയിട്ടുണ്ടാവും. ബോഡി അലൈൻമെൻറ്റ്, ഈ ഒരു അലൈൻമെൻറ്റ് മാറിയതിൻ്റെ ഭാഗമായിട്ടേക്ക് നമുക്ക് ഒരുപാട് പെയിൻ, ചില ആൾക്ക് അപ്പർ ബാക്ക് പെയിൻ, സെർവിക്കൽ ഇവിടെ നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, ചിലർക്ക് നമ്മൾ നീ പെയിൻ, ഇതൊക്കെ ഒരു അലൈൻമെൻറ്റ് പ്രശ്നം കൊണ്ടാണ് കൂടുതലും വരുന്നത്. 80% ആളുകളെ വിഷയം ഇന്ന് നമ്മൾ ഈ അലൈൻമെൻറ്റ് മാറിയതിനെ കൊണ്ടാണ്. അതൊന്നല്ല, നമ്മൾ ഫോണ് കൂടുതൽ യൂസ് ചെയ്തിട്ട് ഒരേ ടൈപ്പിൽ ജോബ് ചെയ്തിട്ട് ഒരേ ടൈപ്പ് നിന്ന് ജോബ് ചെയ്തിട്ടും ഇരുന്ന് ജോബ് ചെയ്തിട്ട് ഇവിടെ ടൈറ്റ് ആവുന്നത്, മൊബൈൽ കുറേ നോക്കുമ്പോൾ ഇങ്ങനെ നമ്മളെ നെക്ക് ഫോർവേഡ് ആവുക, അല്ലെങ്കിൽ നമ്മളെ തൊറാസിക് അല്ലെങ്കിൽ ഈ അപ്പർ ബാക്ക് ഇങ്ങനെ ബെൻഡ് ആവുക, ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അലൈൻമെൻറ്റ് മാറും, നമ്മളെ വെർട്ടീബ്രൻ്റെ അലൈൻമെൻറ്റ് മാറും. അപ്പം നമ്മളെ മസിൽ എടുക്കേണ്ട പണിൻ്റെ ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പം ഇവിടെ എടുക്കേണ്ട മസിൽ ഇയാളെടുക്കും, ഇയാളെടുക്കേണ്ട മസിൽ ഇയാളെടുക്കും. അങ്ങനെ കുറേ കാലം അത് ഈ രൂപത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് കാലം അതിന് ഓവർലോഡ് ആകുമ്പോൾ ആ ഓവർലോഡ് വരുന്ന ഭാഗത്ത് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് നടത്തുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇഞ്ചുറി വരും, അല്ലെങ്കിൽ ആ ഇഞ്ചുറി നമുക്ക് നല്ല നല്ല പെയിനായിട്ട് മാറും. അപ്പോൾ ഇത് നമ്മൾ സ്വാഭാവികം നമുക്ക് അറിയില്ല, ചെറിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ടിൽ ഉൾപ്പെടുത്തിയിട്ട് ആ ഡീവിയേഷൻ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയുന്നില്ല, നമ്മൾ അറിയാതെ ചെയ്യുന്നൊരു തെറ്റ് എല്ലാവരും, ഒരു 80% ആൾ, പഠിക്കുന്ന കുട്ടികൾ മുതൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ വരെ ഇന്ന് ഒരു പോസ്ചറൽ ഡീവിയേഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും ഇന്ന് ഒരു വിധത്തിലുള്ള പെയിനുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ടൈറ്റ്നസ് ഉള്ള മസിലുണ്ടാവും, ആ ടൈറ്റ്നസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അടുത്തുള്ള മസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ജോബ് ചെയ്യുന്നത്. വീക്കുള്ള മസിലുണ്ടാവും, ആ ടൈറ്റ്നസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം വീക്കായിരിക്കും. അപ്പോൾ ഇത് റിലീസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വർക്കൗട്ട് വേണം നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഡീവിയേഷനും എന്താ നോക്കിയിട്ട് അതിൻ്റെ അലൈൻമെൻറ്റിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ വർക്കൗട്ടോ ആക്ടിവിറ്റീസോ ചെയ്യാൻ. ഇപ്പോൾ നമ്മളറിയാതെ ഇരിക്കുന്നതും ഇതാക്കുന്നതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഒരുപാട് മാറ്റം വരും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പലതരം എല്ലാ വർക്കൗട്ടും നല്ല തന്നെ ആയിരിക്കും, പക്ഷേ ഏതൊക്കെ ആളുകൾക്ക് ഏതൊക്കെ ടൈപ്പിലെ വർക്കൗട്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ അത് റൈറ്റായിട്ട് ചൂസ് ചെയ്തിട്ട് മുന്നോട്ടൊക്കെ പോകാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളെ വർക്കൗട്ടൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഹെൽപ്പോ വേണ്ടോ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഞാൻ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇൻഫർമേഷൻ തരാം. ഡയറക്റ്റ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ബൈ.